അപ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പൊ ഓഹോ അല്ലേ? എന്തിനെ കുറിച്ചാന്ന് പറയാം. അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആദ്യം പറയാതിരുന്നത്. അല്ല, ഇങ്ങനെ അസ്വസ്ഥരാവണ്ട. അല്ല, ഒരു വസ്തുത ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പല വസ്തുതകളും പറയാനുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അക്ഷമയും അസഹിഷ്ണുതയും ഉണ്ടാവും. അത് ആളുകളൊന്ന് കാണട്ടെ. ആളുകളൊന്ന് കാണട്ടെ. പ്രമേയാവതാരകന്റെ അത്യന്തം അധിക്ഷേപകരമായ ധാർഷ്ട്യവും പുച്ഛവും നിന്ദയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടിരുന്നത്. ഞാൻ അതുപോലെ ഏതെങ്കിലും വാക്കുകൂടെ ഉപയോഗിച്ചോ? എന്തൊരു അസഹിഷ്ണുതയാണിത്! ഞാൻ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോ? എന്തിനാണ് ഇവർ അസഹിഷ്ണുതാവുന്നത്? വസ്തുത പുറത്തു വരുമ്പോഴാണ്. ഇനി ഞാൻ പറയാം, ഓരോന്നിനും കമന്റാ. പ്രമേയ അവതാരകൻ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. ഞാൻ അത് ഓരോന്നും എണ്ണി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തമാക്കാം. അത് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ ഇങ്ങനെ തുടർച്ചയായ മദ്യനയം അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലും ആലോചിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ്. എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയിലൂടെയാണ്. ആ ചർച്ച അതിന്റെ തീയതി പോലും ആലോചിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ആ വാർത്തകളെ തുടർന്നാണ് ഇത്തരം ഒരു വോയിസ് ക്ലിപ്പും വന്നിട്ടുള്ളത്. ഇതില് ഇപ്പൊ അടുത്ത ദിവസമാണ് തീയതി നിശ്ചയിച്ചത്. ജൂൺ 12, 13 തീയതികളിൽ ആദ്യഘട്ടം പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം ചമയ്ക്കുകയാണ് എന്നത്. ഞാൻ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ടൂറിസം ഡയറക്ടറുടെ യോഗത്തെക്കുറിച്ചും ചീഫ് സെക്രട്ടറിയുടെ യോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് കൂടെ വായിച്ചു. എന്താണതിൽ പറഞ്ഞത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ വന്നതാണ്. എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആവശ്യങ്ങൾ. ഇനി ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടു എന്നതാണ്. ഞാനതിന്റെ അധിക്ഷേപം, പരിഹാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വസ്തുതകളിലേക്ക് മാത്രം വരാം. ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ആക്ഷേപം. സർ, ടൂറിസം ഇൻഡസ്ട്രിയും മദ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത്? എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്? ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത് 2015 മാർച്ച് 17 അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ്, അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ്. സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ 152. സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ അത് ആഹാ, ഇപ്പൊ ഓഹോ അല്ലേ? എന്തിനെ കുറിച്ചാന്ന് പറയാം. അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആദ്യം പറയാതിരുന്നത്. എന്തിനെ കുറിച്ചാണെന്ന് പറയാം. ചോദ്യം എന്താണ്? ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ. ഏത് മദ്യനയം? 2014 നിങ്ങളുടെ മദ്യനയം. തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ? എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? അതാണ് ചോദ്യം. ആ ഉത്തരം നൽകിയ ആളോട് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഞാനിതിന്റെ അവസാന ഭാഗം മാത്രമേ വായിച്ചുള്ളൂ, മുഴുവൻ വായിച്ച് സമയം കളയാതിരുന്നതാണ്. മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന 5 സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുമെന്നതിനാലും സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാനും ആണ്. അപ്പൊ ടൂറിസം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡയറക്ടർ യോഗം ചേർന്നതിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്.
അല്ല ഇങ്ങനെ അസ്വസ്ഥരാവണ്ട. അല്ല ഒരു വസ്തുതയെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും പല വസ്തുതകളും പറയാനുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അക്ഷമയും അസഹിഷ്ണുതയും ഉണ്ടാവും. അത് ആളുകളൊന്ന് കാണട്ടെ. ആളുകളൊന്ന് കാണട്ടെ. ഇനി ഓരോന്നും വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. ഇനി അടുത്തത് സാർ, ശ്രീ പി കെ ബഷീറാണല്ലോ, അദ്ദേഹത്തിന്റെ ശബ്ദമാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ്, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്സ്, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്ത ഒരു നിവേദനം, ആരുടെ? നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു കൂട്ടരുടെ അവരുടെ നിവേദനം എന്താണ്? Request to save tourism industry from the crisis evolved due to the implementation of the new liquor policy in the state. അതായത് നിങ്ങളുടെ അന്നത്തെ മദ്യനയം ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു. അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു. ആ നിവേദനം ആർക്ക് കൊടുത്തു? മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം മേ സി. മിനിസ്റ്റർ ടൂറിസം എന്ത് ചെയ്തു? സെക്രട്ടറി ടൂറിസം ഉചിത നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് സെക്രട്ടറി ടൂറിസത്തെയാണ്. അല്ല അതിലൊന്നും തെറ്റില്ല. ഇവിടെ യോഗം ചേർന്നാൽ തെറ്റാണല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. പ്ലീസ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട ശ്രീ റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്ലീസ് റോജി അവതരിപ്പിക്കും ആരും മിണ്ടിയിട്ടില്ലല്ലോ. പ്രമേയാവതാരകന്റെ അത്യന്തം അധിക്ഷേപകരമായ ധാർഷ്ട്യവും പുച്ഛവും നിന്ദയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടിരുന്നത്. ഞാൻ അതുപോലെ ഏതെങ്കിലും വാക്കുകൂടെ ഉപയോഗിച്ചോ? എന്തൊരു അസഹിഷ്ണുതയാണിത്! ഞാൻ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോ? എന്തിനാണ് ഇവർ അസഹിഷ്ണുതാവുന്നത്? വസ്തുത പുറത്തു വരുമ്പോഴാണ്. ഇനി ഞാൻ പറയാം, ഓരോന്നിനും കമന്റാണ്. ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ടൂറിസം മേഖലയിൽ തകർച്ചയുണ്ടാക്കി എന്ന് ഈ പറഞ്ഞ പഠനം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മൈസ് ടൂറിസവുമായി എന്താണ് മൈസ് ടൂറിസം? മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ ടൂറിസം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മൈസ് ടൂറിസം കേരളത്തിന് വലിയ വരുമാന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങളുടെ വിദഗ്ധ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കാതിരിക്കുകയാണ്. ആ മൈസ് ടൂറിസത്തിന്, പഴയ ടൂറിസം മന്ത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ മൈസ് ടൂറിസത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒന്നാണ് നിങ്ങളുടെ മദ്യനയം എന്ന് ഇവിടെ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, വിദഗ്ധ സമിതിയെ വെച്ചു. അതിലൊരാൾ ടൂറിസം സെക്രട്ടറി ആയിരുന്നു. സാർ, 2014 UDFന്റെ മദ്യനയത്തെ തുടർന്ന് മൈസ് വ്യവസായത്തിലുണ്ടായ തിരിച്ചടിയുടെ കണക്കുകൾ ആ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? 2014 4.8% കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ വളർച്ചാ നിരക്ക്. 2013 എത്രയാണ്? 9.1%. ഒറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ മദ്യനയം മൈസ് ടൂറിസത്തെ തകർത്തു. കേരളത്തിൽ തീർന്നില്ല. 2015 ആയപ്പോ എത്രയെന്നറിയോ? 0.6%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന, വരുമാനമുണ്ടാക്കുന്ന, കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായ ഒരു മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം നിങ്ങളുടേതാണ്. ആ മദ്യനയത്തെക്കുറിച്ച് നിങ്ങളുടെ തന്നെ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു. പഠിക്കാൻ കമ്മിറ്റിയെ വെക്കണമെന്ന് നിങ്ങളുടെ തന്നെ മന്ത്രിയായിരുന്നയാൾ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ടൂറിസം മന്ത്രിക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ. പിന്നെ സർ, റിപ്പോർട്ട് ഓൺ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫ് ന്യൂ ലിക്വർ പോളിസി ഓൺ ടൂറിസം ആൻഡ് ലേബർ സെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ്. ആ പഠന റിപ്പോർട്ട് Kerala's strength in MICE tourism is yet to be tapped. The stakeholders have pointed out that since most of the MICE and wedding packages last for 5 to 7 days or are limited to weekends,
the Sunday ban has forced many to replan or search for competing destinations. മനസ്സിലായി? ഞാൻ മുഴുവൻ കാര്യങ്ങളും ഇവിടെ വായിക്കുന്നില്ല. നിങ്ങൾക്ക് തരാം, നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. അപ്പോ നിങ്ങളുടെ മദ്യനയം ടൂറിസത്തിന് വരുത്തിയ തിരിച്ചടിയെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ടാണ് ഇത്. അപ്പൊ അതിന് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ശരി, ഇനി ഡ്രൈഡേയുടെ കാര്യത്തിലേക്ക് വരാം. വലിയൊരു ആക്ഷേപം അതാണല്ലോ, ഡ്രൈഡേ. സർ, ഈ സർക്കാർ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ചൊരു പ്രാഥമികാലോചന പോലും നടത്തിയിട്ടില്ല. പക്ഷെ പിൻവലിച്ചവരുണ്ട്, അത് ഞങ്ങളല്ല. ഡ്രൈഡേ കേരളത്തിൽ പിൻവലിച്ചത് നിങ്ങളാണ്. 2014 അതാ പറയുന്നത്, ഇനിയും വരാനുണ്ട്, ക്ഷമയോടെ കേൾക്കണമെന്ന്. 2014 കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടെന്നറിയില്ല, 1 കൊല്ലം 3 മദ്യനയം. 1 കൊല്ലം 3 മദ്യനയം. അത് 3 പിരിവിനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. 2014 ഫെബ്രുവരിയിൽ ഒരു മദ്യനയം, 2014 ഓഗസ്റ്റ് 3 മാസം കൂടുമ്പോൾ മദ്യനയം ഉണ്ടാക്കിയൊരു കാലം നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? 2014 ഫെബ്രുവരിയിൽ 1, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 22 വേറൊരു മദ്യനയം. ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എന്താ പറഞ്ഞത്? ഓഗസ്റ്റ് 22 മദ്യനയത്തിൽ എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. ഇല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇരിപ്പില്ല അന്നത്തെ. എല്ലാ ഞായറാഴ്ചകളും ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചു. അപ്പൊ എത്ര ഞായറാഴ്ച ഒരു കൊല്ലം വരും? 52 ഞായറാഴ്ച വരും. 4 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 20 എപ്പോ 2014 ഡിസംബർ 20 വീണ്ടും ഒരു മദ്യനയം, 3ാമത്തെ മദ്യനയം. എന്തിനു വേണ്ടി? ഒറ്റക്കാര്യത്തിന് വേണ്ടി. സർ, ജനം മനസ്സിലാക്കണം, ഒറ്റക്കാര്യത്തിന് വേണ്ടി, ഈ ഡ്രൈഡേ മുഴുവൻ പിൻവലിക്കാൻ വേണ്ടി മാത്രം 3ാമത്തെ ഒരു മദ്യനയം. എത്ര ഡ്രൈഡേ? 52 ഡ്രൈഡേ. 52 ഡ്രൈഡേ പിൻവലിക്കുന്നതിന് എത്ര പിരിച്ചു, എത്ര വാങ്ങി എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചോദ്യം തിരിഞ്ഞു കുത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ സർ, ഇനി ഡ്രൈഡേയുടെ കാര്യത്തിൽ ഇപ്പോ കോൺഗ്രസിന്റെ ബഹുമാന്യനായ അംഗമാണല്ലോ ഈ പരാതി ഉന്നയിക്കുന്നത്. സർ, കേരളത്തിൽ എത്ര ഡ്രൈഡേ ആണ്? 18 ഡ്രൈഡേ ആണ്. ഏതൊക്കെയാണെന്ന് ഞാൻ വേണമെങ്കിൽ വിശദീകരിക്കാം, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കോൺഗ്രസിന്റെ അധികാരത്തിൽ കർണാടകയിൽ എത്ര ഡ്രൈഡേ ഉണ്ട് നിങ്ങൾക്ക് പറയാനാവൂ? നിങ്ങൾ പറഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ ഞാൻ പറയാം. ഡ്രൈഡേ 1 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2. കർണാടകയിൽ ലീഗ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ. അല്ല, ഇവിടുത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. കൂട്ടത്തിൽ കർണാടക കൂടി പറയുന്നു. കർണാടക എന്ന് കേൾക്കാനേ പറ്റാത്ത സ്ഥിതിയാണോ? അപ്പോ ഞാൻ തമിഴ്നാട്, സർ, തമിഴ്നാട് 8 ഡ്രൈഡേ, ഗോവ 1 ഡ്രൈഡേ. ഈ ദക്ഷിണേന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഡ്രൈഡേ കേരളത്തിലാണ്. കളക്ഷന്റെ കാര്യം ഇവിടെ പറഞ്ഞു. 52 ഡ്രൈഡേ പിൻവലിച്ചതിന് എത്ര കളക്ഷൻ എന്നാണ് ചോദ്യം വരേണ്ടത്. അതാണ് ചോദ്യം ഉന്നയിക്കേണ്ടത്. ഞങ്ങൾ ഡ്രൈഡേ പിൻവലിച്ചിട്ടില്ല. ഇല്ലാത്ത ആക്ഷേപം നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. പിൻവലിച്ചവർ നിങ്ങളാണ്. 52 ഡ്രൈഡേ പിൻവലിച്ചവരാണ് നിങ്ങൾ. അതിനുവേണ്ടി മാത്രം ഒരു വർഷം 3ാമത്തെ മദ്യനയം കൊണ്ടുവന്നവരാണ്. മറുപടി പറയണ്ടേ? ഇനി ആ ഡ്രൈഡേ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ്, വേറെ ഒന്നുമില്ല ആ മദ്യനയത്തിൽ. എന്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. വേണോ? UDFന്റെ ബാർ പൂട്ടലിന്റെ ഒരു കഥയുണ്ട്. ഞാൻ അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. UDFന്റെ ബാർ പൂട്ടലിന്റെ ഒരു കഥ. 418 ബാർ പൂട്ടി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴാണ്. സാർ, അതിനു മുമ്പ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ടായിരുന്നു. ഈ 418 ബാറുകൾക്ക് നിലവാരമില്ല, അതുകൊണ്ട് അതിന് പ്രവർത്തനാനുമതി കൊടുക്കാൻ പാടില്ല എന്ന്. ആ ശുപാർശ അവഗണിച്ചവരാണ് ഇവർ. ആ ശുപാർശ അവഗണിച്ചു. സുപ്രീം കോടതി വിധിയിൽ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ശുപാർശ അവഗണിച്ചു എന്നുള്ളത്. അതിനുള്ള തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടി. അപ്പോഴാണ് നിങ്ങൾക്ക് ബാർ പൂട്ടേണ്ടി വന്നത്. പക്ഷെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്തു. ആ 418 ബാറുകൾക്കും FL11 ലൈസൻസ്, ബിയർ വൈൻ പാർലറുകളുടെ ലൈസൻസ് കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്തു. അവരോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത, നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷനെ നിയമിച്ചു. ജസ്റ്റിസ് M. രാമേന്ദ്രൻ കമ്മീഷൻ, റിട്ടയർഡ് ജസ്റ്റിസ്. ആ കമ്മീഷന്റെ ശുപാർശയാണ് 3 സ്റ്റാർ അതിന് മുകളിലുള്ള ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാവൂ
എന്നത് നിങ്ങൾ നിയമിച്ച കമ്മീഷന്റെ ശുപാർശയാണ്. നിങ്ങൾ നടപ്പാക്കിയില്ല. 2017 LDF സർക്കാർ മദ്യനയത്തിൽ അത് നടപ്പാക്കി. നിങ്ങളുടെ കമ്മീഷന്റെ ശുപാർശ അതാണ് LDF സർക്കാർ നടപ്പാക്കിയത്. 17-3 LDF സർക്കാർ 2017 നടപ്പാക്കുകയുണ്ടായി. സാർ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇവിടെ ഒരു വാർത്ത അന്നത്തേത് ഞാൻ വായിക്കാം. ഇന്ത്യ ടുഡേയുടെ വാർത്തയാണ്. ഹവർ ചാണ്ടി, ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല, KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ and Excise Minister K. Babu opposed Sudhiran and said his stand was impractical. മനസ്സിലായില്ലേ? Sudhiran was of the view that the bars with only 2-star status should be allowed to function in the state. മിനിമം 2 സ്റ്റാറിനെ ലൈസൻസ് കൊടുക്കാവുന്ന സുധീരൻ, നിങ്ങൾ അതുപോലും പറ്റില്ല, അതും ഇംപ്രാക്ടിക്കലാണ് എന്നാണ് നിലപാട്. ഞങ്ങൾ വന്നപ്പോൾ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കി 3 സ്റ്റാറിനും അതിന് മുകളിലും മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നത്. ആരാണ് ബാറുകാരെ സഹായിച്ചത് എന്നതിന് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കേക്കൂ. Though Chandi pressured him to accept a case for providing 6 months license to the substandard bars. Substandard ആയിട്ടുള്ള ബാറുകൾക്ക് 6 മാസത്തെ ലൈസൻസ് കൊടുക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി പ്രഷർ ചെയ്തു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട്. ഇന്ത്യ ടുഡേ. ശരി, വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമുള്ള വേറെ രേഖ എടുക്കാം. ശരി. പ്രതിപക്ഷ നേതാവിന് നിങ്ങൾക്ക് വിശ്വാസമായിരിക്കല്ലോ. സാർ, പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ എന്റെ കൈവശമുണ്ട്, ഫോണിലുണ്ട്. പക്ഷെ അത് സഭയിൽ കാണിക്കാൻ നിർവാഹമില്ലല്ലോ. അതിന്റെ വെർബാറ്റം ഞാനിവിടെ വായിക്കാം. അദ്ദേഹം പറഞ്ഞു ബാറെല്ലാം അടച്ചുപൂട്ടി മദ്യനിരോധനത്തിന് ശിലപാകി എന്ന് ഇപ്പോ വീമ്പ് പറയാണ്. ആ തീരുമാനത്തിനെതിരായിരുന്നു ശ്രീ VD സതീശൻ. അന്ന് ശ്രീ സുധീരനും VD സതീശനും തമ്മിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ആദ്യം പൂട്ടിയ 418 ബാറുകളിലും ബാക്കിയുള്ള ബാറുകളിലും നിലവാരമുള്ളവ തുറക്കണമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ടൂറിസം, തൊഴിൽ, സാമൂഹിക മേഖലയിലെ തിരിച്ചടിയെക്കുറിച്ച് പരസ്യമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. ആ വീഡിയോ ആണ് എന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞത്. ടൂറിസം മേഖലയിലുണ്ടായ തിരിച്ചടിയെക്കുറിച്ചാണ്. 2014 മെയ് 2 അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അപ്പോ ഇതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇപ്പൊ ഡ്രൈഡേയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങളുടെ മദ്യനയത്തെക്കുറിച്ച് കേൾക്കൂ. നിങ്ങളുടെ മദ്യനയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി പറഞ്ഞത് കേൾക്കൂ. അദ്ദേഹം പറയട്ടെ. അന്നത്തെ മന്ത്രിയുടെ പ്രസംഗമാണ്. പേര് ഞാൻ പറയേണ്ട കാര്യമില്ല. അന്നത്തെ മന്ത്രി ആരാന്നറിയാലോ? ഇൻവെർട്ടഡ് കോമ. Mr. Sudhiran was the first to tell me that less availability of liquor would lead to huge tragedies. He had told this in the presence of Home Minister Ramesh Chennithala and Chief Minister Umman Chandi while we were waiting at Thopumbadi to take part in a function being attended by the then Prime Minister Manmohan Singh. But when I uttered the same point, it was misinterpreted that I was intimidating people. മനസ്സിലായോ? നിങ്ങളുടെ മദ്യനയം സംബന്ധിച്ച തർക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മദ്യനയത്തിലെ തർക്കം എന്തായിരുന്നു? വീതം വെപ്പ് സംബന്ധിച്ച തർക്കമായിരുന്നു, പങ്കുവെപ്പ് സംബന്ധിച്ച തർക്കമായിരുന്നു. ആ തർക്കമാണ് 418 ബാറ് പൂട്ടിയിട്ടും അവർക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് ഇടയാക്കിയത്. ആ തർക്കത്തെ തുടർന്നാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക്, സമ്പദ്ഘടനയ്ക്ക്, ടൂറിസത്തിന്, തൊഴിൽ മേഖലയ്ക്ക് അപരിഹാര്യമായിട്ടുള്ള തിരിച്ചടിയും പ്രത്യാഘാതങ്ങളും ഉണ്ടായത്. ഇനി 2 കാര്യങ്ങൾ കൂടി ആണ് പറയാനുള്ളത്. ഞാൻ ആദ്യം വളരെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ഒന്ന്, ഈ സർക്കാർ മദ്യത്തിൽ മുക്കി കൊല്ലുകയാണ് എന്നാണ് ഒരു ആരോപണം. അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. സാർ, നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഞാൻ ഈ സഭയിൽ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഈ കണക്കുകളെല്ലാം. ഇപ്പൊ UDF സർക്കാരിന്റെ കാലത്ത് 2012-13 ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന 244.33 ലക്ഷം കേസ്. 2022-23 LDF സർക്കാരിന്റെ കാലത്ത്
244 നിന്ന് 224.34 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. വിൽപ്പന കുറഞ്ഞു. അതായത് 12-13 നിന്ന് 22-23 10 വർഷത്തെ വ്യത്യാസത്തിൽ 2 സാമ്പത്തിക വർഷത്തെ താരതമ്യം എടുത്താൽ 20 ലക്ഷം കേസിന്റെ 8.1% കുറവാണ്. സർ, 3 സർക്കാരുകളുടെ കാലത്തെ കണക്ക് നമുക്ക് നോക്കാം. 3 സംസ്ഥാന സർക്കാരുകളുടെ കാലത്തെ കണക്ക്, വിദേശമദ്യവും ബിയറും ഉൾപ്പെടെ രണ്ടും കൂട്ടിയാൽ, നിങ്ങൾ ബാർ ലൈസൻസ് റദ്ദാക്കിയപ്പോ ബിയർ പാർലറുകളാണല്ലോ അനുവദിച്ചത്. 355.95 ലക്ഷം കേസാണ് 15-16 നിങ്ങളുടെ ബാർ അടച്ചുപൂട്ടലിന് ശേഷം വിറ്റത്. 355.95 ലക്ഷം കേസാണ് ഇത് നിങ്ങൾ കൂട്ടിയ വർഷം. എന്നാൽ 2022-23 എത്തുമ്പോൾ നിങ്ങൾ മദ്യം ഒഴുക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറും 337.54 ലക്ഷമാണ്. അപ്പോ ഇനി മദ്യശാലകളുടെ എണ്ണം എടുത്താലോ, നിങ്ങളുടെ കാലത്ത് എല്ലാം കൂടി 842 മദ്യശാലകളുണ്ട്. ഇപ്പൊ 802 ബാറുകളാണുള്ളത്. എല്ലാ വിശദമായ കണക്കിലേക്ക് പോകണമെങ്കിൽ ഞാൻ പറയാം. അതാ പറഞ്ഞ വസ്തുതകൾ ഒരുപാടുണ്ട് എന്നത്. നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുതകളുണ്ട്. വേറൊരു വാദം എന്താണ്? സർക്കാരിന്റെ വരുമാനം മുഴുവൻ മദ്യത്തെ ആശ്രയിച്ചാണ്. കേരളത്തിൽ പ്രതിപക്ഷം സഭയിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായിട്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണക്കാണ്. വസ്തുതാവിരുദ്ധമാണ്. 2012-13 UDF സർക്കാരിന്റെ കാലത്ത് എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിന്റെ 18.21%. 2022-23 എത്തുമ്പോൾ ഇത് 13.4% കുറഞ്ഞു. അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം 10 വർഷം കൊണ്ട് 4.8% കുറഞ്ഞു. അപ്പോ മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞു, മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു, മദ്യത്തിന്റെ വിൽപ്പന കുറഞ്ഞു. ഇനി നമുക്ക് കേസിന്റെ കാര്യം എടുക്കാം. കേസിന്റെ കാര്യം എടുത്താൽ മദ്യനിരോധനം ഉണ്ടായ 2015-16 ഏറ്റവും കൂടുതൽ അബ്കാരി കേസുകൾ ഉണ്ടായത് 26,000. ഏറ്റവും കൂടുതൽ കേസ്. നിങ്ങളുടെ മദ്യനിരോധനം യഥാർത്ഥത്തിൽ അന്നത്തെ എക്സൈസ് മന്ത്രി തന്നെ ശ്രീ VM സുധീരൻ പറഞ്ഞ പോലെ വ്യാപകമായി വ്യാജമദ്യം ഒഴുകാൻ ഇടയാക്കുകയാണ് ചെയ്തത്. ഞാൻ വിശദമായ കണക്കിലേക്കും പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് വളരെ പ്രധാനമാണ് സർ. സർ, ഞാൻ വളരെ കുറച്ച് സമയം തുടക്കത്തിൽ എടുത്തിട്ടുള്ളതുകൊണ്ട് സർ, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് 1 സ്ക്വയർ കിലോമീറ്ററിനുള്ളിലെ മദ്യവിൽപ്പനശാലകളുടെ കണക്ക് താരതമ്യം ചെയ്യാൻ നോക്ക്. ഇതെല്ലാണല്ലോ അവരുടെ ആക്ഷേപങ്ങൾ പറയുന്നത്. കേരളത്തിൽ 121 സ്ക്വയർ കിലോമീറ്ററിലായി 121 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്, 121 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. തമിഴ്നാട്ടിൽ 20 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. കർണാടകയിൽ 22 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ആന്ധ്രാപ്രദേശിൽ 36 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. തെലങ്കാനയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ 50 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. കേരളത്തിലോ 121 സ്ക്വയർ കിലോമീറ്ററിന് ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. കർണാടകയിൽ കർണാടകയിലെ ലഭ്യതയുടെ ഈ മദ്യവിൽപ്പനശാലയുടെ എണ്ണം നോക്കിയാൽ അതിന്റെ 1/5 കേരളത്തിൽ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ വാദം പൊളിക്കുന്ന മറ്റൊരു കണക്ക്, മദ്യത്തിൽ മുക്കി എന്ന വാദം തെറ്റാണ് എന്ന് തെളിയിക്കുക. അവസാനത്തെ പോയിന്റ് സർ, ബാർ ഉടമകളെ സഹായിക്കുന്നു എന്നുള്ളതാണല്ലോ ഈ ആക്ഷേപത്തിന്റെ മുഴുവൻ കാര്യം. നമുക്ക് അതിലേക്ക് വരാം. ആരാണ് സർ ബാർ ഉടമകളെ സഹായിച്ചത്? സഹായിച്ചിട്ടുണ്ട് ഞങ്ങളല്ല. 2015-16 UDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ എത്രയാണ് ബാർ ലൈസൻസ് ഫീസ്? ബാർ ഉടമകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ലൈസൻസ് ഫീസ് കൂട്ടരുതെന്നും കുറയ്ക്കണമെന്നൊക്കെയാണല്ലോ അവരുടെ ആവശ്യം. എത്രയാണ് ലൈസൻസ് ഫീസ്? 23 ലക്ഷം. 5 കൊല്ലം കൊണ്ട് എത്രയാണ് നിങ്ങൾ കൂട്ടിയത്? 1 ലക്ഷം. 1 ലക്ഷം. എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ട്, എന്റെ കയ്യിൽ അതിന്റെ കോപ്പിയുണ്ട്, കത്തിന്റെ കോപ്പിയുണ്ട്, വായിക്കണോ? എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ എന്താണെന്നറിയാമോ? 3 ലക്ഷം കൂട്ടണമെന്ന് 2012 ശുപാർശ. 3 ലക്ഷം. നിങ്ങൾ ആകെ കൂട്ടിയത് 1 ലക്ഷം. 5 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ട് 1 കൊല്ലം 3 ലക്ഷം കൂട്ടാൻ ശുപാർശ ചെയ്തു. നിങ്ങൾ 5 കൊല്ലം കൊണ്ട് കൂട്ടിയത് 1 ലക്ഷം. അത് സഹായിക്കാനായിരുന്നോ എതിർക്കാനായിരുന്നോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഞങ്ങളെ കൂട്ടിയതോ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയത് 7 ലക്ഷം. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ ഒറ്റയടിക്ക് കൂട്ടിയത് 5 ലക്ഷം. അപ്പോ രണ്ടും കൂടി 12 ലക്ഷം. ആരാണ് ബാർ ഉടമകളെ സഹായിക്കുന്നത്? ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടാണോ LDF സർക്കാർ സഹായിച്ചത്? LDF ലൈസൻസ് ഫീസ്
എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പോലും തള്ളിക്കളഞ്ഞ് കുറച്ചുകൊടുത്ത് നാമമാത്രമായി 1 ലക്ഷം വർദ്ധിപ്പിച്ചിട്ടാണോ നിങ്ങൾ ബാർ ഉടമകളെ നേരിട്ടത്? ആണോ? നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി. എന്തായിരുന്നു കുറച്ചു കൊടുത്തതിന്റെ താല്പര്യം? എന്തായിരുന്നു കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞതിന്റെ താല്പര്യം? എന്തായിരുന്നു അതിന്റെ പിന്നിൽ? നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലുള്ള നിലയിൽ ആ നിലവാരത്തിൽ ചോദിച്ചാൽ എന്തെല്ലാം ക്വിഡ് പ്രോ ക്യോ ഉണ്ടായിട്ടുണ്ട് അവിടെ നടന്നത്. മിനിസ്റ്റർ പ്ലീസ് കൺക്ലൂഡ്. സർ, അടുത്ത കാര്യം സർ, ഞങ്ങൾ ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ UDFന്റെ കാലത്ത് എന്താ സ്ഥിതി? സഹായിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. 2011-16 എത്ര ബാറുകളുടെ UDF സർക്കാരിന്റെ കാലത്ത് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു? 5. കണക്കാണ് 5. 2016-21 LDF സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 37 ബാറുകളുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടേതിന്റെ 7 ഇരട്ടി. 2021-24 ഈ 3 കൊല്ലം കൊണ്ട് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അറിയാമോ? 87 ബാറുകളുടെ ലൈസൻസ്. എത്ര ഇരട്ടി? 17 ഇരട്ടി. ഇനി ഈ വർഷം 2 മാസമേ ആയിട്ടുള്ളൂ. ഈ വർഷം 2 മാസത്തിനിടയിൽ 15 ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ 5 കൊല്ലം കൊണ്ട് സസ്പെൻഡ് ചെയ്തതിന്റെ 3 ഇരട്ടി ഞങ്ങൾ ഈ 2 മാസം കൊണ്ട്, ഈ വിവാദമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന 2 മാസം കൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ആരാ സഹായിക്കുന്നത്? എത്ര കർക്കശമായിട്ടുള്ള നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? അപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് വസ്തുതയല്ലാതാവില്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. പിഴ ഇരട്ടിയാക്കിയത് ആരാ? ഇവരുടെ കാലത്തുണ്ടായിരുന്ന സർ, UDF സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ ക്രമക്കേടുകൾക്ക് ചുമത്തിയിരുന്ന പിഴ ഇരട്ടിയാക്കിയത് LDF സർക്കാരാണ്. 2 ബാറുകളുടെ ലൈസൻസ് റദ്ദാക്കിയത് LDF സർക്കാരാണ്. ഇനി ധനകാര്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടി, പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ടേൺ ഓവർ ടാക്സ് പിരിച്ചെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ബാർ ഹോട്ടലുകളിൽ GST വകുപ്പ് ഇൻസ്പെക്ഷൻ നടത്തി വരുന്നുണ്ട്. 2024 ഇതുവരെ 21 ബാർ ഹോട്ടലുകളിൽ GST വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ നടന്നു. റിട്ടേൺ ഫയൽ ചെയ്യാതെ TOT അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ ബാർ ഹോട്ടലുകൾക്കെതിരെ KGST നിയമപ്രകാരമുള്ള പെനാൽറ്റി ചുമത്തിയിട്ടുണ്ട്. സർ, 16 ബാർ ഹോട്ടലുകളിൽ 16 ശ്രദ്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടി കേൾക്കണം. 16 ബാർ ഹോട്ടലുകളിൽ KGST നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത ഗവൺമെന്റാണ് സർ ഈ ഗവൺമെന്റ്. ഇപ്പോ നിങ്ങൾ ഈ വിവാദത്തെ കുറിച്ചൊക്കെ പറയുന്ന കാലത്ത് സർ, ഇതിന്റെ എല്ലാം ഫലമായി റിട്ടേൺ ഫയലിംഗ് പെൻഡൻസി ഉണ്ടായിരുന്ന ചില ബാറുകൾ റിട്ടേൺ ഫയൽ ചെയ്ത് അപാകം പരിഹരിച്ചു തുടങ്ങി. ഇതാണ് ഞങ്ങളെടുത്ത നിലപാട്. ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും മുമ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇവരോടൊന്നും ഒരു ക്വിഡ് പ്രോക്യോയും ഞങ്ങളാരും അതിലേർപ്പെടാറില്ല എന്ന് മനസ്സിലാക്കണം. അതിന്റെ തെളിവാണ് ഈ എടുത്ത നടപടികൾ. അതെ, അത് ശീലിച്ചവർക്ക് സംശയം തോന്നും. അതുകൊണ്ടാണ് നിങ്ങളുടെ കാലത്ത് നടപടി എടുക്കാത്തത്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാത്തത്, ലൈസൻസ് റദ്ദാക്കാത്തത്, ഫൈൻ ചുമത്താത്തത്. ഞങ്ങളുടെ കാലത്ത് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാർ സമയം വേറൊന്ന്. ബാർ സമയം UDF സർക്കാരിന്റെ കാലത്ത് എത്രയായിരുന്നു? 12.5 മണിക്കൂർ. രാവിലെ 9:30 ടു രാത്രി 10. ഇപ്പൊ എത്രയാ? 11 to 11, 12 മണിക്കൂർ. അരമണിക്കൂർ സമയം കുറച്ചവരാ. അവരുടെ ഒരു പ്രധാന ആവശ്യം എപ്പോഴും സമയം നീട്ടിത്തരണമെന്നാണ്. ഞങ്ങൾ അരമണിക്കൂർ സമയം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, നിങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, അസത്യമാണ്. അസത്യങ്ങളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു വിവാദത്തിന് 48 മണിക്കൂർ ആയുസ്സുണ്ടായില്ല സർ. 48 മണിക്കൂർ. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആയിരിക്കോ ഈ അടിയന്തര പ്രമേയം വരിക? അത് ഇങ്ങനെ ചീറ്റിപ്പോകുമായിരുന്നോ? നിങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ ഒരു മാധ്യമ ശൃംഖലയുണ്ടല്ലോ. എല്ലാ തരത്തിലും ശ്രമം നടത്തിയിട്ടുള്ളതാണല്ലോ. അവസാനം ഇത്രേ പറയാനുള്ളൂ സർ. ആനന്ദിന്റെ വിഖ്യാതമായൊരു നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. 10-25 കൊല്ലം മുമ്പ് പഠിക്കുന്ന കാലത്ത് വായിച്ചതാ. അതില് ഒരു ഭാഗമുണ്ട്, ഒരു കുരുക്കായിട്ട് ചൗപ്പട്ട് രാജാവ് നടക്കുകയാണ്. അപ്പോ ആ കുരുക്കിന് പറ്റിയ പാകമുള്ള കഴുത്തന്വേഷിച്ച് നടക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ആനന്ദിന്റെ നോവലിലെ ചൗപ്പട്ട് രാജാവിനെ പോലെ ഒരു കുരുക്കുമായിട്ട് നടക്കുകയാണ്. ആദ്യം ആ കുരുക്ക് പാവം ആരോഗ്യമന്ത്രിയുടെ കഴുത്തിലൊന്ന് കുരുക്കാൻ നോക്കി. അപ്പൊ ആ കഴുത്തിന് പാകമാവുന്നില്ല. പിന്നെ ആ കുരുക്കുമായിട്ട് വന്നു എക്സൈസ് മന്ത്രിയുടെ കഴുത്തിലൊന്ന് കുരുക്കാൻ നോക്കി. ആ കഴുത്തും അതിന് പാകമാവുന്നില്ല. അപ്പൊ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ കഴുത്തിന് പാകമാവുമോ എന്ന് നോക്കി.
അതും പാകമായില്ല. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പാകമായ കഴുത്തുകളുള്ളത് അപ്പുറത്താണ്. നിങ്ങളും ഞങ്ങളും രണ്ട് രീതിയിൽ വളർന്നു വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ രീതിയും ശൈലിയും സംസ്കാരവും അല്ല ഞങ്ങളുടേത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ നിവർന്നു നിന്ന് ഈ വസ്തുതകൾ മുഴുവൻ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് സാർ, ഈ കുരുക്ക് പിന്നെ ഈ കുരുക്കിന്റെ ആത്യന്തികമായിട്ടൊരു കഴുത്താണ് ലക്ഷ്യം വെക്കുന്നത് സാർ. ഒറ്റ കഴുത്തിന് വേണ്ടിയാണ് 8 കൊല്ലമായിട്ട് ഇവർ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്നത്. 8 കൊല്ലം നോക്കിയിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കുരുക്കുകളുമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ അനിഷേധ്യമായ സത്യങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെയെല്ലാം നേരിടുക തന്നെ ചെയ്യും. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയിക്കും.